ഞങ്ങൾ നിരപരാധികളാണേ, ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ലേ, ഞങ്ങൾക്കൊരു പങ്കുമില്ലേ നിലവിളിക്കുകയാണ് സൈഫുള്ള കസൂരി. അതായത് ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റായ സൈഫുള്ള കസൂരി പറയുന്നു, പഹൽഗാം അറ്റാക്കിൽ, ആക്രമണത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല. ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ്. എന്താണ് സാർ? സാധാരണ ഇതുപോലത്തെ ആക്രമണമൊക്കെ നടത്തിയാൽ ലഷ്കർ തോയ്ബയായാലും ഈ മറ്റേ റെസ്പോൺസ് ഫ്രണ്ട് ആയാലും ഇവർ സാധാരണ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരാക്രമണം ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ഏറ്റെടുക്കും? അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഞങ്ങളാണ് ചെയ്തതെന്ന് പറയും. അതൊരു വീരമായിട്ട് നടപടിയായിട്ട് പറയും. അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി അല്ല, അത് ജനങ്ങൾ കാരണം ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനൊക്കെ ആഗോളതലത്തിലുമൊക്കെ ഫണ്ടിങ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അല്ലാതെ ചുമ്മാ ഇത് ഒരു ദിവസം ഈ ഇത്രയും ആയുധങ്ങൾ, പരിശീലനം, ഒരാൾ പോയി അങ്ങ് വെടിവെക്കുന്നതല്ല. വലിയ ഫണ്ടിങ് ഉണ്ട് പല രൂപത്തിൽ. പിന്നെ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, മാസങ്ങളുടെ ട്രെയിനിങ് ഉണ്ട്, ബ്രെയിൻ വാഷിംഗ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, മതം കുത്തിവെക്കും, പിന്നെ സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു മനുഷ്യന് വേറൊരു രൂപത്തിലേക്ക് മാറ്റും. അപ്പോൾ ഈ വെടിവെക്കുക അല്ലെങ്കിൽ മറ്റൊരാളിനെ കൊല്ലുന്ന ഒരു തീവ്രവാദി സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്നത് ഏറ്റവും പുണ്യപ്രവൃത്തിയാണെന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തെ കണ്ടീഷൻ ചെയ്ത് എടുക്കുന്നൊരു പ്രോസസ്സുണ്ട്. അതിനൊക്കെ വലിയ പണച്ചെലവുണ്ട്. അപ്പോൾ ഈ പണം ചിലവാക്കുന്നവരെന്ത് തീരുമാനിക്കും? അവർക്കിടയ്ക്കിടയ്ക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കണം? റിസൾട്ട് കിട്ടണ്ടേ? അതെ. അപ്പോൾ നാട്ടിൽ ആര് എത്താലും നമ്മൾ കയറി ഏറ്റെടുക്കും. എട്ടുകാലം മമ്മൂഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാൽ ആരും എന്ത് ആക്രമണം വന്നാലും അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. ആക്രമണം വരും, അടുത്ത നിമിഷം തന്നെ ഏതെങ്കിലും ഏജൻസി എന്ത് ചെയ്യും? ഞങ്ങളാണെങ്കിലും സംഘടന അങ്ങ് ഏറ്റെടുക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു പങ്കുമില്ല. അതുപോലെ പാകിസ്ഥാൻ സ്ഥിരം പറയുന്നൊരു ശൈലിയാണ് പങ്കില്ല. TRF പറഞ്ഞു ഞങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ TRF ഇത് പറയുമ്പോഴും ഗസൂരി എന്ത് പറയുന്നു? ഞങ്ങളല്ല എന്ന് പറയുന്നു. അപ്പോൾ ഗസൂരിയും പാകിസ്ഥാനും ഒക്കെ ധരിച്ച വേറൊരു കാര്യമുണ്ട്. ഇതുപോലെ കൊന്നാൽ, ഇപ്പോൾ 29 പേരെ കൊന്നാൽ നമ്മൾ തിരിച്ചെന്ത് ചെയ്യും? 5-6 പേരെ അങ്ങ് കൊല്ലും. അവിടെയൊക്കെ പോയി പിടിച്ച് മറ്റ് ഭീകരർ. ഒരു പക്ഷേ രാജ്യത്തൊരു കലാപം ഉണ്ടാകാൻ അല്ല, ഞാൻ പറഞ്ഞു കുറേ ഭീകരരെയൊക്കെ കൊന്ന് അങ്ങനെ ഒന്നായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കലാപമൊക്കെ ഉണ്ടായി, ഹിന്ദു മുസ്ലിം ലഹളയൊക്കെ ഉണ്ടാവുകയാണ്, ആ ഒരു ഇരവാദമൊക്കെ വലിയ തോതിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം ആഗോളതലത്തിൽ വേറെ ഒരു സാഹചര്യമുണ്ട്. നമ്മൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് UP-യിലോ അല്ലെങ്കിൽ അതേ UP-യിലോ ഇപ്പോൾ ഉള്ളത് താജ്മഹൽ കാണാൻ എന്നല്ല പോയത്. അപ്പോൾ UP-യിൽ അവിടെ ഇവിടെയൊക്കെ മുസ്ലിം ബെൽറ്റുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ തമ്മിൽ 4 അടിയൊക്കെ നടന്ന് ഒരു ബന്ധുവൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രസിഡന്റിന് ഇത് കണ്ടുകൊണ്ടല്ലേ പോണേ. അത് നടന്നില്ല. ആഭ്യന്തരമായി ഒരിടത്തും എന്തുണ്ടായില്ല? കലാപമൊന്നും ഉണ്ടായില്ല. രണ്ടാമത്, ഇന്ത്യ തിരിച്ചടിച്ചില്ല സൈനികമായിട്ട്. എപ്പോഴും ഈ സൈനിക അടിയാണ് ഇവരെല്ലാം കാണുന്നത്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സൈനിക അടി, ഞങ്ങൾ ഒന്നടിച്ചപ്പോൾ ഞങ്ങളെ 10 അടിച്ചു, ഞങ്ങൾ ഒരാളെ കൊന്നപ്പോൾ ഞങ്ങളെ 10 പേരെ കൊന്നു എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടല്ലോ. ഞങ്ങൾ 5 പേരെ കൊന്നോളൂ, അവർ 5000 പേരെ കൊന്നിരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ കൊന്നു, ഞങ്ങൾ മുതിർന്നവരെയാണ് കൊന്നത്, അവർ കുട്ടികളെ കൊന്നു. അപ്പോൾ ഇന്റർനാഷണൽ ട്രീറ്റിയൊക്കെ ഉണ്ട്. ഇസ്രായേലും പാലസ്തീനും അതെ, ഇന്റർനാഷണൽ ട്രീറ്റിയൊക്കെ ഉണ്ട്. ഈ ഏത് സമയത്ത് യുദ്ധം ചെയ്യാം, പഴയ ധർമ്മയുദ്ധത്തിൻ്റെ കഥ പറഞ്ഞ കണക്ക് കുട്ടികളെ ഉള്ളിടത്ത് ബോംബിടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ട്രീറ്റിയൊക്കെ, കുട്ടികളെ ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ ട്രീറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പകരം ഇതാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്ക് അവർ ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയില്ല. വെള്ളം തടയുക എന്ന് പറഞ്ഞാൽ എത്ര ഒരു പ്രദേശമാകെ, ഒരു രാജ്യത്തിൻ്റെ നല്ലൊരു ഭാഗമാകെ ബുദ്ധിമുട്ടാവും. പഞ്ചാബ് സിന്ധിലാണ് അവരുടെ കൃഷി മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവും. വേഗ അതിർത്തി അടയ്ക്കുന്നത്, നമ്മൾ അതിർത്തി അടച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇന്ത്യ ഹൈക്കമ്മീഷണർമാർ, അതുപോലെ പിന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരിൽ 55 എന്നുള്ള 30 ആക്കി, ബാക്കിയെല്ലാം പോകാൻ പറഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിൽ എല്ലാവരും പൊക്കോണമെന്ന് പറഞ്ഞ് വിസ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മൊത്തം അവിടുത്തെ സമ്പദ്ഘടനയെ പിടിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഈ ഗസൂരിക്കെതിരെ ആര് തിരിയും? അവിടുത്തെ ജനങ്ങൾ തിരിയും. അങ്ങനെയുണ്ടല്ലോ, തിരിയും. പിന്നെ കാശ്മീരിൽ ഇതുവരെ കാണാത്തൊരു പുതിയ കാഴ്ച ഇന്നലെ കണ്ടിട്ടുണ്ട്. ഇന്നലെ വരെ കാശ്മീരിൽ ഇതുപോലത്തെ അപകടങ്ങളുണ്ട്. ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ അവിടുത്തെ മുസ്ലിംസ് വലുതായിട്ട് എന്ത് ചെയ്യാറില്ല, പുറത്തിറങ്ങി പ്രതികരിക്കാറില്ല. ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും ഇറത്തിറങ്ങാറില്ല. പള്ളികളിലും അങ്ങനെ സീരിയസ് ആയിട്ട് പള്ളികളിൽ ഇതിനെ തള്ളിപ്പറയാറില്ല. പക്ഷേ ഇന്നലെ പള്ളികളിൽ തള്ളിപ്പറഞ്ഞു, മുസ്ലിം ജനങ്ങൾ പുറത്തിറങ്ങി, റോഡിലിറങ്ങി. മാത്രമല്ല ഒരു ബാനറിൽ ഹിന്ദു മുസ്ലിം സിഖ് എല്ലാവരുടെ ഐക്യത്തിൻ്റെ ഒരു ബാനർ പിടിച്ചുകൊണ്ട് സ്ത്രീകളടക്കം വലിയ പ്രൊട്ടസ്റ്റ് ഇന്നലെ നടത്തിയിട്ടുണ്ട്. അതും പാകിസ്ഥാന് പുതിയൊരു പാഠമാണ് നൽകുന്നത്. അവർ കാണേണ്ട ഒരു പാഠമാണ്. കാശ്മീരിലെ മുസ്ലിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നില്ല, ഇത് ആഗ്രഹിക്കുന്നില്ല. അവർ 370
വേണ്ട എന്ന്. അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ കണ്ട വേറൊരു കാര്യം. ഇന്നലത്തെ തീവ്രവാദികൾ 26 പേരെ കൊന്നല്ലോ, സ്വാഭാവികമായിട്ട് കലാപം നടന്നു. 29 സ്വാഭാവികമായിട്ട് കലാപം നടന്നല്ലോ അവിടെ. ആ കലാപത്തിൻ്റെ മറവിൽ വേണമെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷമായ ഹിന്ദുവിന് മുസ്ലിമിന് എന്ത് ചെയ്യാമായിരുന്നു? മറ്റൊരു കലാപം കൂടി ഉണ്ടാക്കാമായിരുന്നു. കാരണം ഇതിനെ തുടർച്ചയായിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ ഈ കെയർ ഓഫിൽ കയറി പോകുമായിരുന്നു. അതെ. പക്ഷെ അത് അവർ ചെയ്തില്ല. അവർ വളരെ പക്വതയോടുകൂടി ഫബീദോടുകൂടി വിഷയത്തിൽ വേണ്ട 370 വേണ്ട. അവിടുത്തെ ടൂറിസത്തെ ബാധിക്കുന്നു. കാരണം അവിടെ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന മുസ്ലിംസാണ് കൂടുതൽ. ഒരു വർഷം കൊണ്ട് 2.5 കോടി രൂപയുടെ വിനോദസഞ്ചാരികൾ വരുന്നത്. അതിന്റെ മുഴുവൻ ബെനിഫിറ്റും കിട്ടുന്ന അവിടുത്തെ ചായക്കട മുതൽ പെട്ടിക്കട മുതൽ ഡ്രൈവർമാർക്ക് ഒരാളൊരു 100 രൂപ മാത്രമല്ല ഫ്ലൈറ്റിന്റെ ഒക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം. ഇപ്പൊ ഞാൻ കാശ്മീർ പോകാൻ ഇരുന്നതാണ് ഫാമിലിയായിട്ട്. അപ്പം നല്ല പൈസ ആവുന്നൊരു ട്രിപ്പാണത്. അപ്പോൾ അത് ഫ്ലൈറ്റ് ചാർജ്, ഹോട്ടൽ താമസം, പിന്നെ ടിക്കറ്റുകൾ, കുതിര, പിന്നെ ഈ ബൈസൽ രാം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ഈ നമ്മളെ ഈ സംഘർഷം നടന്ന അതിൻ്റെ അവിടെ കുതിരപ്പുറത്തോ നടന്നേ പോകാൻ പറ്റുള്ളൂ. നടക്കാനാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ആളുകൾ എതിലേ പോകുള്ളൂ? കുതിരപ്പുറത്ത്. അപ്പോൾ അതെല്ലാം വരുമാനമാണ് അവർക്ക്. അങ്ങനെ ഒരു ജനത ഒരു സമാധാനത്തോടുകൂടി ഒരു താഴ്വരയിൽ ജീവിക്കുമ്പോൾ ഇനി അവരുടെ തന്നെ മുസ്ലിംസാണ് ഈ തീവ്രവാദികൾ ബഹളം ഉണ്ടാക്കുമ്പോൾ അവർ മനസ്സിലാക്കണം. ഔറംഗസീബ് വരെ പറഞ്ഞതാണ് ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീർ. അപ്പോൾ അതിനെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണ്ടേ? അതിന് പകരം പാകിസ്ഥാനിലെ കമാൻഡർ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗിൽ പറയുന്നു, ഓവർസീസ് മീറ്റിംഗിൽ പറയുന്നു, കഴുത്തിലെ ഞരമ്പാണ്, കർണഞരമ്പാണ് ഏത് കാശ്മീർ. എന്ത് ഞരമ്പ്? അവർക്ക് വല്ലതും കിട്ടുമോ? ഇത് ഇവിടുത്തെ ജനങ്ങൾക്കും വേണ്ട, അവരെ ഗവൺമെൻറ് വിട്ടുകൊടുക്കത്തില്ല. ഇന്ത്യ ഗവൺമെൻറ് ഇത് കൊടുക്കാൻ പോകുന്നില്ലല്ലോ ഒരു കാരണവശാലും. ജീവൻ പോയാലും കൊടുക്കത്തില്ലല്ലോ, ഒരിക്കലും. മുഴുവൻ ഇന്ത്യക്കാർ പോയാലും ഇത് കൊടുക്കത്തില്ല. ഒന്ന്. രണ്ടാമത് കാശ്മീരിലെ മുസ്ലിംസിനും ഇത് വേണ്ട, അവരെ വേണ്ട, നമ്മളെ മതി, ഇന്ത്യ മതി. രാജാവിൻ്റെ കാലത്ത്, പഴയ രാജാവിൻ്റെ കാലത്ത് കാശ്മീർ ഇന്ത്യയോട് നിൽക്കുമോ പിന്നെ പാകിസ്ഥാനോട് നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞത് ഇന്ത്യയോടൊപ്പം നിൽക്കാമെന്നാണ്. എന്തുകൊണ്ട് അവർ മുസ്ലിം ഭൂരിപക്ഷമായ അവിടെയും മുസ്ലിം ഭൂരിപക്ഷം, അപ്പുറത്തെ മുസ്ലിങ്ങളുടെ രാജ്യം, അങ്ങോട്ട് പോയില്ല, ജിന്നയുടെ ഒപ്പം പോയില്ല? ഭാരതത്തിൽ നിന്ന് എന്തുകൊണ്ടാണ്? ഭാരതത്തിൻ്റെ മേന്മ കണ്ടുകൊണ്ടായിരിക്കില്ലേ? കൂടുതൽ സുരക്ഷിത ഇവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ അവിടെ കയറി അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടോ അതിനെ ഇല്ല എന്ന് പറയും, തള്ളിപ്പറയുകയാണ്. സ്വകാര്യ ചാനലിൽ വന്നിരുന്നിട്ട് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഒരു ലൈനിൽ പറയുകയാണ്. ഇത് വളരെ വളരെ പരിതാപകരമാണ്. ആ സമയത്താണ് നമ്മുടെ ചേട്ടന്മാർ, ഇവിടെ ചില ചേട്ടന്മാർ ഇത് ഗുജറാത്ത് കലാപമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതുമായിട്ട് ക്ലബ് ചെയ്യുന്നത്. ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായി നടക്കുന്ന തല്ലാണ്. ചിലപ്പോൾ നടന്നിരിക്കും. 140 കോടി. രണ്ട് വിഷയമാണ്, 2 ജോഗ്രഫിക്കൽ ഏരിയയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് തല്ല് ചിലപ്പോൾ നടക്കും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നടന്നിരിക്കും. അല്ല സംഘർഷം എന്ന് വിചാരിച്ചാൽ അയൽവക്കത്തെ വീട്ടുകാരൻ വന്ന് നമ്മൾ വിടും. ഇത് വേറൊരു രാജ്യമാണ്. ലഷ്കർ തൊയ്ബ എന്ന് പറയുന്ന വേറൊരു ഭീകര സംഘടനയാണ്, ഒരു തീവ്രവാദ സംഘടനയാണ്. IRF എന്ന് പറയുന്ന വേറൊരു സംഘടനയാണ്. അവർ നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്ത് വന്ന് പാവപ്പെട്ട 26 പേരെ കൊന്നപ്പോൾ അതൊരു കേവല ഹിന്ദു മുസ്ലിം സംഘർഷമാക്കി ഇവിടുത്തെ ഹിന്ദുക്കൾ പണ്ട് മുസ്ലിങ്ങളെ തല്ലിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ തല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെയും കൂടെ ഒന്ന് കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു താരതമ്യം ചെയ്തിട്ട് പോസ്റ്റ് ഇട്ട് കളിക്കുന്ന VT ബൽറാംമാരുണ്ടല്ലോ, ഇവരൊക്കെ ശരിക്കു പറഞ്ഞാൽ ഈ രാജ്യത്തിന് ശാപമാണ്. ഈ രാജ്യദ്രോഹം ഇതാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹം. ദേശവിരുദ്ധമായ പ്രസ്താവനകളാണ്. എന്താണ് ഇപ്പോൾ ഗുജറാത്ത് കലാപവും ഗോദ്ര കലാപവും ഇതുമായിട്ടുള്ള ബന്ധം? CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 370 റദ്ദാക്കിയതിന്റെ വേദനയാണ്. ആർക്ക് വേദന? ഈ കാശ്മീരിലെ ജനങ്ങളല്ലല്ലോ ഇത് ചെയ്തത്. പാകിസ്ഥാനിൽ കിടക്കുന്ന 3 തീവ്രവാദികൾക്ക് ഇവിടെ 370 റദ്ദാക്കിയാൽ എന്ത്? റദ്ദാക്കിയില്ലെങ്കിൽ എന്ത്? പാകിസ്ഥാനിലുള്ളവരല്ലേ ഈ തീവ്രവാദികൾ? അതെ. അവർക്കെന്തെന്ന് ഇവിടെ 300? അതേസമയം കാശ്മീരിലുള്ള ഇന്റേണൽ കലാപമാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ MA ബേബിയുടെ പ്രസ്താവന കുറച്ച് റിയലിസ്റ്റിക് ആവുമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് എത്തണം. ഈ കെയർ ഓഫിൽ എന്ത് നടന്നേനെ? വലിയ കലാപം. ഇപ്പോഴും ഭയങ്കരമായ കലാപം അഴിച്ചുവിട്ട് അവർ ആ കലാപത്തിലൂടെ എന്ത് മുന്നോട്ട് വെച്ചേനെ? 370 തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞേനെ. അത് അവർ പറയുന്നില്ല എന്ന് മാത്രമല്ല, ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള അവിടുത്തെ മെഹബൂബ് അടക്കമുള്ള അവിടുത്തെ ഒരു നേതാവ് പോലും എന്ത് പറയുന്നില്ല? അത് ആവശ്യപ്പെടുന്നില്ല. അപ്പോഴാണ് ഇവിടെ ഒരു ചേട്ടൻ നിന്ന് പറയുന്നത് ഇങ്ങനെ. അതുപോലെ പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വഡോദരയുടെ ഒരു പ്രസ്താവനയുണ്ട്. മുസ്ലിങ്ങൾക്ക് വേദന ഉണ്ടായതുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ പ്രതികരിച്ചത്, 26 പേരെ കൊന്ന്. ഇങ്ങനെയാണോ? ഇത് മുസ്ലിങ്ങളല്ലല്ലോ പ്രതികരിച്ചു, പാകിസ്ഥാൻ. അതാ ഞാൻ പറഞ്ഞത്. ഈ VT ബൽറാം ആയാലും MA ബേബി ആയാലും വഡോദര ആയാലും D സതീശനായാലും തീവ്രവാദത്തെ തീവ്രവാദമായി കാണാനും മതഭീകരതയെ മതഭീകരതയായിട്ട് കാണാനും കാണിക്കാതെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആ 4 വോട്ടിന് വേണ്ടിയോ ആരുടെയെങ്കിലുമൊക്കെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കയറി മതം കുത്തിവെച്ച് പോണത്
ഏത് രാജ്യത്താണ് താമസിക്കുന്നത്? ഇവരെല്ലാവരും നമ്മൾ പ്രസ്താവനകൾ വായിക്കുമ്പോൾ സതീശൻ പിന്നെ അത് പോളിഷ് ചെയ്ത് മാറ്റി പറഞ്ഞു. ആദ്യം പറഞ്ഞു, പിന്നെ അത് ഉരുണ്ട് വേറെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്, സുരക്ഷ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എം എ ബേബി അവിടെ നിൽക്കുന്നു, വധോദര അവിടെ നിൽക്കുന്നു, VT ബലറാം അവിടെ നിൽക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്നും പ്രശ്നമില്ല. ആരും പറഞ്ഞില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രശ്നമാണെന്ന്. ആരെങ്കിലും പറഞ്ഞോ? ഒരാളും പറഞ്ഞില്ല. പ്രശ്നം എന്താണ്? ഇന്ത്യയിലെ മുസ്ലിം ആയാലും അപ്പുറത്തെ മുസ്ലിം ആയാലും തീവ്രവാദി തന്നെയാണ്, മതഭീകരവാദി തന്നെയാണ്. അത് കേരളത്തിലെ ആയാലും എന്ന് പറയണം ഇവർ. നിർഭാഗ്യവശാൽ അങ്ങനെ പറയുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.